മാം, ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലേ എല്ലായ്പ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ അറിയില്ല, ഒരു വലിയൊരു ഏരിയ ആണത്. ഈ സെക്സ്വൽ അബ്യൂസ് തുടങ്ങി ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന എല്ലാ തരം നെഗറ്റീവ്സിനെയും കൂടി നമ്മൾ ചേർത്ത് പറയുന്ന, ചിലപ്പോൾ അത് വലിയ വലിയ അസുഖങ്ങളുടെ പട്ടിക, ആക്സിഡൻറ്റ്സ്, പിന്നെ ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന മുറിവുകൾ, കപ്പിളിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ നയിക്കുന്നതെന്ന് റിസർച്ച് ഫൈൻഡിങ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികളുടെ കേസസ് എടുത്ത് നോക്കുകയാണെങ്കിലും സിബ്ലിങ്സിൻ്റെ കേസിൽ പാരൻസ് ഒരു കുട്ടീനെ മാത്രമായിട്ട് ഫേവർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പൊതുവെ പാരൻസ് ഇങ്ങനെ ഒരു കുട്ടീനെ ഫേവർ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ ആരും ചെയ്യില്ലല്ലോ മനഃപൂർവ്വം. പക്ഷേ പ്രാക്ടിക്കലി ചിലപ്പം ഈ അടുത്ത കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടീനെ നമ്മളൊന്ന് മാറ്റി നിർത്തും. മാറ്റി നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസിയുടെ ആവശ്യത കൊണ്ടും പലതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ മറ്റേ കുട്ടിക്ക് അങ്ങനെ തോന്നും. പിന്നെ നമ്മുടെയൊക്കെ ചില ആളുകൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, മൂപ്പിക്കാന്ന് പറയും നാടൻ ഭാഷയിൽ. അത് ഇനി അമ്മയ്ക്കോ അച്ഛനോ ആ കുട്ടിയുണ്ട് അത് മതി, അല്ല ആണ് പെണ്ണ് വെളുത്ത കുട്ടി, ഇങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ മറ്റേ കുട്ടിക്ക് അങ്ങനെ ഒരു നെഗ്ലക്റ്റ് അതിന് ഫീൽ ചെയ്യും. മനഃപൂർവ്വം ചെയ്യുന്നതല്ല അതൊന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ചെറിയ കുറുമ്പുകൾ കാണിക്കണേന് നമ്മൾ അടിക്കേണ്ട കാര്യമുണ്ടോ? കുട്ടികൾക്ക് കുറുമ്പൊക്കെ വേണമല്ലോ ശരിക്കും പറഞ്ഞാൽ. അതാണ് അവരുടെ ഒരു രസം. നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കുട്ടി വന്നിപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് എന്തെങ്കിലും അലമ്പാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് നോ പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ, അല്ല ഇങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ പലപ്പോഴും പല പാരൻസും ഇതൊന്നും കണ്ടതായിട്ട് പോലും ഭാവിക്കാറില്ല. അപ്പോൾ കുട്ടീനെ കറക്റ്റ് ചെയ്യണ്ടേ സമയത്ത്. അപ്പോൾ പലപ്പോഴും എന്നിട്ട് കറക്റ്റ് ചെയ്യാണ്ട് കുട്ടി ഇതുപോലെ ചില സ്ഥലത്തെ കുറുമ്പൊക്കെ എടുക്കുമ്പോൾ പാരൻസ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ഫ്രസ്ട്രേഷനാണ് പലപ്പോഴും പണിഷ്മെൻ്റായിട്ട് പുറത്തു വരുന്നത്. പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന മദേഴ്സ് ഉണ്ട്, പല വീടുകളും അവർ ഡബിൾ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഡൊമസ്റ്റിക് വർക്കിലേക്കൊന്നും ബാക്കിയുള്ള ആരും പങ്കാളികളാവുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴൊക്കെ അത് പറയും. പക്ഷെ നമ്മൾ വീടുകളിലേക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി ഒന്നും മുഴുവനായിട്ട് വന്നിട്ടില്ല. പലപ്പോഴും ആൺകുട്ടികൾ കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആണ് അങ്ങനത്തെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ ആങ്ങളെയും പെങ്ങന്മാരൊക്കെ വളരുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അത്രയൊന്നും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് ജോലിയുടെ കാര്യത്തിലും ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ തിന്ന പാത്രം കഴുകണം, ഇതൊക്കെ നമ്മൾ കൂടുതലും പെൺകുട്ടികളോട് ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത്രയൊന്നും ആൺകുട്ടികളെ അതിലോട്ട് വരുന്നില്ല. ഇപ്പം നമ്മളൊക്കെ അവന് പറഞ്ഞ് ആയി വരുന്നുണ്ട്. അതുപോലെ പുറത്ത് പഠിക്കാൻ പോയ കുട്ടികൾ പെട്ടിട്ടുണ്ട്, ആൺകുട്ടികളൊക്കെ. ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, ഡ്രസ്സ് കഴുകാൻ അറിയില്ല. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ വീടുകളിലേക്ക് ഇതൊന്നും അധികം വന്നിട്ടില്ല. അതുകൊണ്ട് ജോലിക്ക് പോണ സ്ത്രീകൾക്ക് ഈ ജോലി മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രോഗി ഉണ്ടായാലും അവരെ നോക്കൽ, ബൈസ്റ്റാൻഡർ ഡ്യൂട്ടി, ഇതൊക്കെ സ്ത്രീകളെയാണ് ബാധിക്കുക. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനൊക്കെ പലപ്പോഴും കുട്ടികളോടുള്ള അവരുടെ ബിഹേവിയറിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ പണിഷ്മെൻ്റ് ഒന്നും ഒരിക്കലും, ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നും ന്യായീകരണമല്ല, ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കലാണ് കുട്ടികൾ എപ്പോഴും നല്ലത്. എന്നാൽ ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുക, നോ പറയേണ്ടടുത്തൊക്കെ നോ പറയുക എന്നുള്ള രീതി. ഇപ്പോഴത്തെ കാലത്ത് പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായാലും അവർക്ക് അബ്രോഡ് സ്റ്റേ ചെയ്യണവരുണ്ടാവും. അപ്പോൾ അവർക്ക് കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടണില്ല. അപ്പോൾ അത് അവരുടെ ഒരു അകൽച്ച കുട്ടികളെ എഫക്ട് ചെയ്യണില്ലേ? തീർച്ചയായിട്ടും. ഒന്ന് പാരൻസിൻ്റെ ഇത് അടുത്തില്ലായ്മ തന്നെ കുട്ടികളെ സംബന്ധിച്ചൊരു ട്രോമയാണ്. പിന്നെ രണ്ടാമത് ഈ ഗ്രാൻഡ് പാരൻസ് വളർത്തുമ്പോൾ പലപ്പോഴും ഡിസിപ്ലിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അമ്മയും അച്ഛനും അടുത്തില്ലാത്ത കുട്ടികൾ എന്നുള്ള നിലയിൽ പലപ്പോഴും കുട്ടികൾ ഡിസിപ്ലിൻ ചെയ്യില്ല. അവർ പറയുന്ന എല്ലാം അങ്ങ് അനുവദിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചത് അവരുടെ വളർച്ച തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം. രണ്ടാമത് പാരൻസിനെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ടൈം ഇല്ല, പലതും അവർക്ക് മിസ് ചെയ്യുമല്ലോ. എപ്പോഴും നമ്മൾ പാരൻസ് കൂടെ നിന്ന് വളർത്തണം. പിന്നെ നമുക്ക് ഇന്നത്തെ സാഹചര്യം അങ്ങനെ ചിലതുണ്ടല്ലോ, ഈ അബ്രോഡൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കുട്ടികളെ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ മോൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നമുക്കൊരു കുട്ടി ഫ്രീക്വൻറ്റ് പനിയായിട്ട് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പനി വരുമ്പോഴൊക്കെ പീഡിയാട്രീഷനെ കാണിക്കും. അടുപ്പിച്ച് പനി വന്നപ്പോൾ പീഡിയാട്രീഷനാണ് സജസ്റ്റ് ചെയ്തത് സൈക്കോളജിസ്റ്റിനെ കാണാൻ. അപ്പോൾ വന്ന് നമ്മൾ ചോദിച്ചപ്പോഴാണ് അറിയണത്, കുട്ടിയുടെ മദർ ജോലി കിട്ടി അബ്രോഡ് പോയപ്പോൾ തുടങ്ങിയാണ് ഈ പനി ഇങ്ങനെ വിട്ടുമാറാണ്ട് വരുന്നത്. നമ്മൾ അവരോടൊന്ന് സജസ്റ്റ് ചെയ്തിരുന്ന കാര്യം, ഒന്നുമില്ല കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ജോലിയും പൈസ ഇതിലൊക്കെ എത്രയോ വലുതാണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എന്നൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു അന്ന്. ഇപ്പോൾ പേരൻസ് തമ്മിലുള്ള തർക്കങ്ങളായാലും
വെർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് ആയാലും അതൊക്കെ കുട്ടികളെ എഫക്ട് ചെയ്യുന്നില്ലേ? തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തർക്കം എന്നുള്ള വാക്കൊരു നെഗറ്റീവായിട്ടാണോ മോള് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് നല്ല കപ്പിളിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾ ഹെൽത്തി ആയിട്ട് കാണുള്ളൂ, അതിലങ്ങനെ. പക്ഷേ ഈ തർക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് ഡിബേറ്റായി അല്ലേ, അത് ജയിക്കുക തോൽക്കാതെ മറ്റാളെ കൈയും കാലൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹരാസ്മെൻറ്റിലേക്കൊക്കെ വരുന്ന അതൊക്കെ വലിയ പ്രശ്നമല്ലേ കുട്ടികളെ സംബന്ധിച്ച്. ഒരു ഷൗട്ടിങ് പോലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അറിയാലോ, അപ്പോൾ നമുക്ക് തന്നെ വന്ന ഒരുപാട് കപ്പിൾ കൗൺസിലിങ്ങിൽ കുട്ടികൾ വിറ്റ്നസ്ഡ് ആണ്. എന്ത് ഈ തലപൊട്ടി അമ്മയുടെ ഇതിൽ ബ്ലഡ് വന്നതും അങ്ങനത്തെ ഒക്കെ ഒരു കേസുകൾ. ആ കുട്ടികളുടെയൊക്കെ ആ ട്രോമയൊക്കെ എങ്ങനെ തീരുന്നു നമുക്ക് പോലും അറിയില്ല. അതൊക്കെ എങ്ങനെ ഹീൽ ചെയ്യും? മാമിന് ഏത് പാരന്റിങ് സ്റ്റൈലാണ് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, എൻ്റെ തോന്നലല്ല, സൈക്കോളജിക്കലി നമ്മൾ പൊതുവെ 4 തരം പാരൻറ്റിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. അതിലെപ്പോഴും ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഈ ലവും ഡിസിപ്ലിനും എല്ലാം ബാലൻസ് ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ അനുവദിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുവദിക്കും, അവരെ കേൾക്കേണ്ട പോലെ കേൾക്കുകയും ചെയ്യും. അതേസമയം വേണ്ട, ഇപ്പം പേരൻസിന് അറിയാലോ, അവർ കുറച്ചും കൂടിയും മെച്ചുവേർഡാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്ത് വേണം വേണ്ട എന്നൊക്കെ അറിയണത് ആരാ? പേരൻസിനാണ്. അപ്പോൾ നമ്മളത് വേണ്ട എന്ന് പറയുന്നത് അതിൽ ശരിയുള്ളത് കൊണ്ടാണ്. കുട്ടികൾക്ക് ആ സമയത്ത് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനൊന്നും പറ്റണമെന്നില്ല. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് പുറത്തു പോകുന്നത് പേരൻസ് സമ്മതിക്കുമോ? ഇല്ല. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരം പാരൻറ്റിങ് ആണ്, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആണ് എപ്പോഴും നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല പാരൻറ്റിങ് രീതി.